കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുന്ന ചിന്തയും പുനഃസംഘടനാ പ്രശ്നങ്ങളുമാണ് ഇപ്പോഴിങ്ങനെ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നത്. കേരളത്തിൽ KPCC പുനഃസംഘടന നടക്കുമോ? AICC നേതൃത്വം പറയുന്നു ഇപ്പോഴങ്ങനെ ഒരു ചിന്തയില്ല. കെ സുധാകരനോട് മാറാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് തന്നെ VD സതീശനും പറയുന്നു. ഇങ്ങനെ ഒരു പൊതുചിത്രം ഉള്ളപ്പോഴും കോൺഗ്രസിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള കിടമത്സരം നടക്കുന്നുണ്ട്. ഒന്ന് യൂത്ത് വേഴ്സസ് അതായത് യൂത്ത് വേഴ്സസ് തന്തൈ തരംഗം. തന്തയുടെ അതായത് യൂത്തിൻ്റെ ആളുകളായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതായത് മറ്റ് ആരുടെയും പിന്തുണയില്ലാതെ കുടുംബ പാരമ്പര്യത്തിൻ്റെ പിന്തുണയില്ല KSUവിലൂടെ വളർന്നു വന്ന് നേതാക്കളായ കുറച്ച് യൂത്ത് നേതാക്കളുണ്ട്, യുവ നേതാക്കളുണ്ട്. അവരും ഈ അച്ഛന്മാരുടെ അതായത് പിന്മുറ പറ്റി ഇപ്പോൾ ചാണ്ടി ഉമ്മനാകട്ടെ, അതുപോലെ ശബരിനാഥ് ആകട്ടെ തുടങ്ങി അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഇവർ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം. ഷാഫി പറമ്പിൽ, VT ബൽറാം ഇങ്ങനെ തുടങ്ങിയ ആളുകൾ കൂടിച്ചേരുന്ന ഇടങ്ങളിൽ ഇവർക്കങ്ങനെ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഇവർക്കൊരു സാധ്യതയോ തെളിഞ്ഞു കാണാറില്ല. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയം. ആ തെരഞ്ഞെടുപ്പ് വിജയ സമയത്ത് ചില ഫോട്ടോകൾ ഈ യൂത്ത് വൈബുകാർ പുറത്ത് വിട്ടിരുന്നു. അതിലൊക്കെ പാർട്ടിയുടെ പുതിയ പ്രതീക്ഷയുടെ മുഖങ്ങളായി കാണുന്ന നേതാക്കളെ അവർ അവതരിപ്പിക്കുന്നുമുണ്ട്. അത് തീർച്ചയായും ഈ തന്തൈ മക്കൾ, അതായത് തന്തൈ വൈബുകാർക്ക് പ്രശ്നമാകും എന്നാണ് പൊതുവേ പറഞ്ഞു വരുന്നത്. കാരണം ഇവരെ അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ താല്പര്യമില്ല. അത് അറിഞ്ഞുകൊണ്ടാണ്, നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് AK ആൻ്റണിയുടെ മകൻ BJP കൂടാരത്തിലേക്ക് കയറിപ്പോയത്. അതുമാത്രമല്ല, AK ആൻ്റണിയുടെ മകൻ BJPയിൽ പോയെന്ന് മാത്രമല്ല, BJPയെ ക്രിസ്ത്യൻ വിഭാഗത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് വളരെ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്തു. അതാണ് കർദിനാൾ സ്ഥാനാരോഹണത്തിന് വത്തിക്കാനിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്രം തയ്യാറായത്. അങ്ങനെ പലരും അവിടെ പോയിരുന്നല്ലോ. ഇതൊക്കെ അനിൽ ആൻ്റണിയുടെ തലച്ചോറാണ്. അദ്ദേഹമാണ് AK ആൻ്റണിയുടെ മകനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതെന്ന് പുറത്ത് വാർത്തകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ AK ആൻ്റണിയുടെ മകന് കോൺഗ്രസിനുള്ളിൽ സ്ഥാനമില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പതുക്കെ BJPയിലേക്ക് പോയത്. ഇവിടെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ്. ചാണ്ടി ഉമ്മൻ ഇന്ന് FBയിലൊരു ചിത്രം പങ്കുവച്ചു. തൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ താൻ മാത്രം നിൽക്കുന്ന, വേറെ ആരുമില്ല, താൻ മാത്രം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പങ്കുവച്ചത്. അത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് താൻ ഒറ്റയ്ക്കാണ്, താൻ പിതാവിൻ്റെ പാത പിന്തുടർന്നു വന്നു, പക്ഷേ തൻ്റെ കൂടെ ആൾക്കൂട്ടമില്ല, താൻ ഒറ്റയ്ക്കാണിപ്പോൾ എന്ന് പരസ്യമായി പറയുന്നതിന് പകരം രഹസ്യമായി പറയുന്നത് പോലെ, അല്ലെങ്കിൽ പരസ്യമായി യാതൊരു വാചകങ്ങളുമില്ല, ആ ചിത്രം കൊണ്ട് തന്നെ പരോക്ഷമായി നേതൃത്വത്തെ വീണ്ടും വിമർശിക്കുകയാണ് ഈ ചാണ്ടി ഉമ്മൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ന്യൂജൻ വൈബിനെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച യൂത്ത് വൈബിനെ തന്തൈ വൈബ് എങ്ങനെയാണോ ഭയക്കുന്നത്, അതായത് അപ്പന്മാരുടെ പിന്മുറ പറ്റി വന്ന നേതാക്കൾ എങ്ങനെയാണോ ഭയക്കുന്നത്, അതുപോലെ തന്നെ ഈ ന്യൂജൻ വൈബിനെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളും ഭയക്കുന്നുണ്ട്. അവരുടെ പ്രതീക്ഷ പഴയ തലമുറയിൽപ്പെട്ട ഇപ്പോൾ രമേശ് ചെന്നിത്തലയാകട്ടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകട്ടെ, ഇവൻ KM മുരളീധരനാകട്ടെ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ 2026 തെരഞ്ഞെടുപ്പാണ് മുഖ്യം. 2026 തെരഞ്ഞെടുപ്പ്, 2031 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവർക്ക് ഇപ്പോൾ ആശങ്കകളൊന്നുമില്ല. കാരണം ആ 31 തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേതാക്കൾ പങ്കുവച്ച ഫോട്ടോസ് ഉണ്ടല്ലോ, ആ ഫോട്ടോയിൽ കാണുന്ന ആളുകളായിരിക്കും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതും നയിക്കുന്നതും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ യൂത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കും? യൂത്തിനാണോ പ്രാധാന്യം കൊടുക്കുക? രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ യൂത്തിനാണോ പ്രാധാന്യം കൊടുക്കുക എന്നൊരു തോന്നൽ ഈ മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതവരിൽ അതൃപ്തി ജനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അതൃപ്തി പുറത്ത് പൊങ്ങിച്ചാടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2021 ഇലക്ഷൻ പരിശോധിക്കണം. അന്ന് ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടി, അവർ ഭരണത്തിലേക്ക് വരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണെന്ന്. അപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവായി ഉമ്മൻചാണ്ടിയുടെ മൗന അനുവാദത്തോടുകൂടി രമേശ് ചെന്നിത്തല വരുമെന്ന ഒരു ഗ്രൂപ്പ് സമവാക്യമാണെന്ന് പൊതുവെ ഉയർന്നു കേട്ടത്. എന്നാൽ അതിനെ മാറി നിന്ന് കളി നിയന്ത്രിച്ച VD സതീശൻ്റെ ക്യാമ്പ് വെട്ടിനിരത്തി. എന്നിട്ട് അന്ന് ചെറുപ്പമായിരുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ മൂലക്കിരുത്തി. അതോടുകൂടി കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും ഗ്രൂപ്പ് പോരുകൾക്കും അന്ത്യം വന്നു എന്ന് പറയാം. ഇപ്പോഴുള്ളത് ഇങ്ങനെ ചില നേതൃത്വങ്ങളാണ്. എന്താണ്? യൂത്ത് നേതാക്കൾ, അതായത് KSUവിലൂടെ വളർന്നു വന്ന് സ്വന്തം നിലയിൽ MLA ആയി അല്ലെങ്കിൽ പാർട്ടിയിൽ അധികാര സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്ന ആളുകൾ. 2, അച്ഛന്മാരുടെ പാത പിന്തുടർന്ന് KSUവിലൂടെ വളർന്ന്, ചാണ്ടി ഉമ്മനൊക്കെ ഒരുപാട് പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ വന്ന് MLA മാരും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA മാരായ ആളുകളും അതുപോലെ പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ. മറ്റൊന്ന് ഈ വയസ്സായ ആളുകൾ, അതായത് ഇനി ഒരു ഇലക്ഷന് കൂടി അംഗത്തിന് ബാല്യമുള്ളൂ, അത് കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല എന്ന
തലമുതിർന്ന നേതാക്കൾ. ഈ 3 വിഭാഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം രാഹുൽ ഗാന്ധി കൊടുക്കുന്നത് യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നേതാക്കൾക്കാണ്. അതിന് തെളിവാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ തന്നെ AICC അംഗങ്ങൾ നേരത്തെ തന്നെ അവർക്ക് ചുമതല ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പാലക്കാട് 4 മാസം തന്നെ ശ്രീ മോഹൻ എന്ന് പറയുന്ന AICC അംഗം അവിടെ ഉണ്ട്. എന്നിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഈ സതീശൻ പറയുന്നത് പോലെ താൻ ഒരാളെ കൊണ്ട് കെട്ടിയിറക്കി ഉടനെ ജയിപ്പിച്ചു വന്നതല്ല. അവിടെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിച്ചു. അവർ AICC അംഗങ്ങൾ കേരളത്തിലെ നേതാക്കൾക്കൊപ്പം പ്രവർത്തനത്തിനിറങ്ങി. അല്ലാതെ AC മുറിയിലിരുന്ന് എന്താണ് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധാരണ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ഈ നേതാക്കൾക്കൊപ്പം പ്രവർത്തനത്തിനും പ്രചരണത്തിനും ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ നേതാക്കൾക്ക് തന്നെ ആവേശം കൂടി. കാരണം എന്താണ്, AICC നേതാക്കൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട്, അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കണം. ആ ഒരു തരത്തിൽ പ്രവർത്തന മികവാണ് ഈ വിജയത്തിന് അടിസ്ഥാനമായത്. VD സതീശൻ്റെ കഴിവ് മാത്രമല്ല, ആ പ്രവർത്തനത്തിന് AICC നേതാക്കൾക്കൊപ്പം പോയത് എല്ലാം ഈ യൂത്ത് നേതാക്കളായിരുന്നു. ഈ ന്യൂജൻ വൈബ് ആയിരുന്നു ഈ നേതാക്കൾക്കൊപ്പം പ്രചരണത്തിന് പോയതും എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചതും. അപ്പോൾ AICC അംഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് കേന്ദ്രത്തെ ഏറ്റവും കൂടുതൽ താല്പര്യം പുതുമുഖ നേതാക്കളിലാണ്. അതുപോലെ ഈ ചാണ്ടി ഉമ്മൻ വയനാട് പോയി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി കുറച്ച് പ്രവർത്തിച്ചു. ചാണ്ടി ഉമ്മൻ പക്ഷേ അപകടത്തിൽ ചാടിയത് ഈ വിദേശയാത്രകൾ, എവിടെ വിദേശത്ത് പോകാൻ അവസരം കിട്ടിയാലും ചാടി അങ്ങോട്ട് പോകുന്നു. പിന്നെ പുതുപ്പള്ളിയിൽ ഇല്ല, മണ്ഡലത്തിലെ അസാന്നിധ്യം, ഇതൊക്കെ ചാണ്ടി ഉമ്മന് പ്രതികൂലമായി വരുന്ന സംഭവമാണ്. പിന്നെ ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതുകൊണ്ട് JS അഖിലിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും മാധ്യമപ്രതിനിധികളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കോൺഗ്രസ് ഘടകം നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചാണ്ടി ഉമ്മൻ സ്വന്തം നിലയ്ക്ക് വഴിവെട്ടിപ്പോകുന്നു, മറ്റ് ഘടകങ്ങൾ അംഗീകരിക്കുന്നില്ല, പിന്നെ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, ഇങ്ങനെയുള്ള പരാതികൾ കൂടി ഉയരുമ്പോൾ ചാണ്ടി ഉമ്മനെ നേതൃത്വം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം കുഴി തോണ്ടുകയാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചാണ്ടി ഉമ്മനും KS ശബരിനാഥനും ഒക്കെ മെയിൻ സ്ട്രീമിൽ നിൽക്കണമെങ്കിൽ പുതിയ തരംഗത്തിനൊപ്പം അവർ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കണം. ഗ്രൂപ്പ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ A ഗ്രൂപ്പോ I ഗ്രൂപ്പോ ഉണ്ടാക്കി അങ്ങനെ മുന്നേറുകയല്ല. ഇവർ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ മുഖം, പുതിയ യുഗം സൃഷ്ടിക്കാൻ ശ്രമിക്കണം. പഴയ നേതാക്കൾക്ക് ഇവരോട് അരിശമോ ശത്രുതയല്ല. അവർ പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുണ്ടാകും, 2031 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉണ്ടാകില്ല, നിങ്ങൾ തന്നെ നയിക്കണം എന്നൊരു ഈഗോയും ഇല്ലാതെ തന്നെ അവർ പറയാതെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ, അതായത് പ്രത്യേകിച്ച് KPCCക്കുള്ളിൽ ഇപ്പോൾ പുനഃസംഘടന ഇല്ല എന്ന് പറയുമ്പോൾ പോലും ജനുവരിയോടുകൂടി പാർട്ടിയുടെ മുഖം മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിനകത്ത് KC വേണുഗോപാലിൻ്റെ ഇടപെടലുകൾ നിർണായകമാകും. അതുപോലെ തന്നെ ഈ തന്ത വൈബ്, യൂത്ത് വൈബ് തമ്മിലുള്ള സംഘർഷം, ന്യൂജൻ വൈബിനെ ഇഷ്ടപ്പെടാത്ത മുതിർന്ന തലമുറ, ഇവർ തമ്മിലുള്ള ആശയ സംവാദങ്ങൾ, ഇതൊക്കെ പുനഃസംഘടനയിൽ പ്രതിഫലിക്കും. എന്നാൽ ഇവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ. യൂത്ത് വിങ്ങിനെ, അതായത് ന്യൂജൻ വൈബിൻ്റെ ഒപ്പം നിന്ന് പാർട്ടിയുടെ മുഖം പുതുക്കാൻ അല്ലെങ്കിൽ പുതുയുഗം സൃഷ്ടിക്കാൻ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കാകും കേരളത്തിൽ കോൺഗ്രസിൽ ഇടം കിട്ടുക, സ്ഥാനമാനങ്ങൾ കിട്ടുക, അധികാരം കിട്ടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് അടിമുടി മാറിയിരിക്കുന്നു.